അമ്മേ അമ്മേ ആരാ? എന്റെ കുട്ടി ബാവയാടാ. ബാവന്നെയാണ് അമ്മേ. എന്റെ ഇവിടെ വെള്ള ഗ്ലാസ് ഒക്കെ മറിച്ചേക്കൊണ്ടത്. തൊണ്ട വരണ്ടപ്പോളേ തുള്ളി വെള്ളം എടുത്ത് കുടിച്ചതാ, അപ്പൊ ഗ്ലാസ് മറിഞ്ഞതാ. കുട്ടിയോടെ ഇരിക്കും. തൊണ്ട വരണ്ടിട്ട് കുറേ നേരമായി തുള്ളി വെള്ളം. എന്നാ കുറച്ചും കൂടി കുടിച്ചോളി. മതിയോ? നമ്മളെ അമ്മ എടുക്കാൻ പോയത്? അമ്മേ തൊഴിലുറപ്പിന് പോയതാ. അവളെ കഞ്ഞിയൊക്കെ തന്നു പോയതാ. കഴിഞ്ഞ ആഴ്ചേ ഞാൻ വന്ന മാതിരി അല്ലല്ലോ. ഒരു ക്ഷീണൊക്കെ കാണുന്നുണ്ട്. മരുന്നൊന്നും കുടിച്ചിട്ടില്ലേ? മരുന്ന് കുടിച്ചിട്ടില്ല വാവാ. അമ്മൂനെ തൊഴിലുറപ്പൊന്നും പൈസ കിട്ടിയിട്ടില്ല. മരുന്നില്ലെങ്കിലേ ഇച്ചൊന്ന് വിളിച്ചൂടേന്നാ അമ്മൂനോട് പറഞ്ഞാ മതിയെന്നല്ലോ. ഞാൻ ഓളോട് പറഞ്ഞിരുന്നു മരുന്ന് എന്തേലും കജ്ജാണെങ്കിൽ വിളിച്ചോണ്ടിന്നേ. എന്തേ മടിച്ചണോ? വാവാനങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ ഓളോട് പറഞ്ഞതാണ്. കുറേ കാലായില്ലേ ബാവ മരുന്നിന് പൈസ തരൽ തുടങ്ങിയിട്ട്. അപ്പൊ എന്നും ഇങ്ങനെ നടക്കുവോ? അതൊന്നും കാര്യാക്കണ്ട അമ്മേ. ഞാൻ ഇങ്ങക്കേ അന്യനൊന്നും അല്ലല്ലോ. എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. എന്റെതൊക്കെ കഴിയാനായത്. നീ അമ്മൂന്റെ കാര്യത്തിലാണെനിക്ക് വേജാറ്. നിങ്ങളേ അങ്ങനെ ഒന്നും ചിന്തിച്ചണ്ട. നല്ലത് മാത്രം ചിന്തിച്ച് കിടന്നോളി. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ആ വെള്ളം കൊണ്ടാണ് എനിക്കൊരു സമാധാനം. എന്റെ കുട്ടിക്ക് നോലോളിച്ചൊന്നും വേണ്ട. ഞാനേ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരണ്ടേ. കുറച്ചേ പൈസയാണ് ഇത്. ഇതവിടെ വെച്ചോളി. അമ്മ വരുമ്പോഴേ മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞാണ്ടി. ഞാനേ കുറച്ച് പച്ചക്കറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമ്മ വന്നാല് പറഞ്ഞാണ്ടി. ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാനേ പോവാണ്. വീടിന്റെ അവിടേക്ക് ഇറങ്ങിയപ്പോളേ ഒന്നിങ്ങോട്ട് കേറിയതാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരണ്ട് കേട്ടോ. നോക്കി പോവും. അന്തം വിട്ട് നോക്കിക്കല്ലേ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കേ. ഇത് അറിഞ്ഞാ ഭയങ്കര പ്രശ്നമാണ്. ഇജെന്റെ കണ്ണും മൂക്കൊന്ന് പൊത്തിക്കാം. ഇത് മീൻകൊല്ലിക്കുരിയാണ്. മൂറിയിട്ട് നിക്കൂല കണ്ണും മോറും. എത്ര ചെങ്ങയ്യ എനിക്ക് ഇത്. ഇതിന്റെ അപ്പുറമുള്ള കാട്ടായി അടിച്ചിട്ടുണ്ട് ഞാൻ. ഇതേ കലക്കിക്കണ്ട കൊഴിച്ചാന്ന് ചോദിക്കാം. എളുപ്പം കലക്കിക്കൂട് ബാബു. ഇന്നോട് ഇങ്ങനെ അളക്കാൻ പറയണ്ടേ. വെള്ളം അടിച്ചാൽ ബാവാനെയും കൊണ്ടുപോകും, ഈ മീൻ പിടിച്ചാൽ ഇനിയും കൊണ്ടുപോകും. ഇത് നല്ല നായി തന്നെയാണ്. ഇതൊന്ന് നീച്ച കൈത അന്നാള് ഞാനത് കൊണ്ടുപോയിട്ട് ഇതൊരു കുപ്പിന്റെ അറപ്പ് പിടിച്ചപ്പോ ചത്തിയും തൂറല്ലോ ബാറ്റ് നോക്കുന്നത് അന്നെ ഏറ്റിക്കൊണ്ട് ഇടക്കാം. ഞാൻ അന്നത്തിൽ നിർത്തിക്കൊണ്ട് ഞാൻ അന്നെ കൊണ്ടിടക്കല്ലേ. ഇന്റെ മൂടും കൂടി അല്ലാണ്ട് ഇറങ്ങി. അന്ന് എന്ത് മെസ്സേജ് കലക്കി തന്നെ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ സാധനം അടിക്കേണ്ടിയോ. എന്താണ് ബാബുടെ പരിപാടി? ഞങ്ങൾ മെമ്പറെ ആടുകുട്ടിക്ക് വെള്ളം കാട്ടാൻ വന്നതാ. എവിടെ ഇപ്പൊ നിങ്ങളെ ആടുകുട്ടികള്? മെമ്പറെ ആടുകുട്ടികളത് അവിടെ കൊള്ളു. നിങ്ങൾ 2 ആളും കൂടി എന്നെ പൊട്ടനാക്ക. എന്താ സാധനം ഇവിടെ അടിക്കേ? ഇത് നന്നെ ഇറക്കിയ സാധനല്ലേ? എന്താ പരിപാടി? നീ കലക്കാനുള്ള പരിപാടിയാ? മെമ്പറെ ഈ തോട്ടിൽ 4 പരലുണ്ട്. അതിനെ പിടിച്ചാൻ വേണ്ടിട്ട് വിഷം കലക്കിയതാണ്. നിങ്ങളതൊരു വിഷയാക്കല്ലേ. എന്താ ഞാൻ 2 ആളെ പരിപാടി? ഈ തോട്ടിൽ വിഷം കലക്കിയ ഈ വരുന്ന തലമുറക്ക് ഈ മീനാണെന്നും കാണണ്ട. നിങ്ങൾക്ക് 2 ആളും കണ്ടാ മതിയാ. ഇതേ ഉൾനാടൻ മത്സ്യസമ്പത്താണ്. ഇത് കലക്കിയിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ചാവും. ഞാൻ ഈ പരിപാടി എടുത്തിട്ടുണ്ടെങ്കിലേ മെമ്പറെ സ്വഭാവം ശരിക്കും അറിയിട്ടാ. അല്ല മെമ്പറെ, നമ്മളെ വാർഡിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾ ഇടപെടാൻ പറ്റാ. ഞങ്ങൾ 2 ആൾ 2 പേരിനെ പിടിച്ചാൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നം. ഞാൻ മെമ്പറായ ശേഷേ നമ്മളെ വാർഡിൽ ഒരു പ്രശ്നം നടക്കുന്നില്ല. എന്തേ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഇടപെടലുണ്ട്. നിങ്ങൾക്കൊന്നും അറിയണം മെമ്പറെ, നമ്മളെ വാർഡിൽ തന്നെ അനാവശ്യമായിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റുമോ? അതിലെന്താ ഇടപെടാനോ? ഇത് അവിടെയും ഇവിടെയും തൊടാതെ വർത്താനം പറയില്ല. കാര്യം എന്താ വെച്ചാൽ തെളിച്ച് പറയാം. ആ മറ്റേ പ്രശ്നല്ലേ ആണ് പറഞ്ഞു കൊടുക്കേ. അയാളെ പറയട്ടെ. ആ ബീരാങ്കരിയെ നമ്മളാ ചിരതമ്മ ഉണ്ടല്ലോ, അവിടെ ഇടക്കിടക്ക് ഞാൻ മൂപ്പര അവിടെ കാണലുണ്ട്. എന്തിനാ മൂപ്പര അവിടെ പോണ്ട്? മൂപ്പര് പോകുമ്പോ കാണാൻ ഒരു സഞ്ചിയിൽ എന്തെങ്കിലും തൂക്കി പിടിച്ചും പോണ്.
മൂപ്പരെ ബാക്കിയുള്ളതൊന്നല്ലേ? അതൊരു വയസ്സായ സ്ത്രീയല്ലേ, അതിനെ സഹായിക്കാൻ പോണ്ടാവും. ചിരുതമ്മ മാത്രല്ല, അതിന്റെ മോള് അമ്മൂല്ല അവിടെ, അതിനെ സഹായിക്കാൻ പോയിക്കാരല്ലേ? അയാളെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അയാൾ ഇനി അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയാലേ ഈ ഇട്ടടി അടിച്ചു. പിന്നെ മെമ്പറേക്ക് ഇമ്പറാണ് ഞങ്ങളെ വീട്ടിൽ വരണ്ടേട്ടാ. ഇരുട്ടടി അടിക്കാനും നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾ സദാചാര പോലീസ് ആവണ്ട. അതിനെന്താ കാര്യം എന്നുള്ളത് ഞാൻ അന്വേഷിക്കട്ടെ. ഇവിടുന്ന് സ്ഥലം വിട്ടോളി. അനക്ക് വല്ല കാറ്റും ഉണ്ടാവും. ഓണ്ടാവും ചോദിച്ചാൻ പോണു. ഓനും അവിടുത്തെ ഒരാളാണ്. ആ അമ്മൂന് തൊഴിലുറപ്പിന്റെ പണി വരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മൂപ്പര. അതൊക്കെ ആദ്യം തന്നെ അറിയാം. നമ്മളെ പഞ്ചായത്തിലെ ചില മെമ്പർമാരുണ്ടല്ലോ, ഒക്കെ ഇതിന്റെ ആൾക്കാരാണ്. മാറാളെ തട്ടാൻ കിട്ടിയവരും മാറാളെ തട്ടും. എവിടെയും പോകുമ്പോഴേ ഫോൺ എടുക്കൂല കഴിക്ക. അബ്ബാസ് വിളിച്ചിരുന്നു നിങ്ങളെ ഫോണക്ക്. ഞാൻ എന്നിട്ട് ഇട്ട് വർത്താനം പറയും. എവിടെ എപ്പോ ഒഴിച്ചു പോകുമ്പോ എന്റെ അപ്പാക്ക് ആ ഫോണൊന്ന് കഴിക്ക കൊടുത്തൂടെ നിങ്ങൾക്ക് പറഞ്ഞു. ഫോണ് കജ്ജി പിടിച്ചാൽ ഒരു മടിയാണ്. അത് ഞാൻ എവിടെയും വെച്ചാ മറക്കും. അതാണ് ഞാൻ എടുക്കാത്തത്. എന്തിനാ വന്നിട്ട് അബ്ബാസ് വിളിച്ചിരുന്നത്? ഓൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ല. ഓൻ അന്തിക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണോ. പിന്നെ നിങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ച് കട എവിടേക്കാ പോയിരുന്നു? സുലേഖ വേഗം തന്നപ്പോ നിങ്ങളെ കണ്ടു അറിഞ്ഞു. അതെ, ലേശം പച്ചക്കറി വാങ്ങിക്കാണ്ടേ ആ ചിന്തമ്മക്ക് കൊണ്ടേ കൊടുത്തതായിരുന്നു. അവിടക്കപ്പൊ പച്ചക്കറി ആയിട്ട് പോയിന്നത്? എന്ത് സാധനം മേടിച്ചിക്കാനും കാണാ ചിരിതമ്മ കൊണ്ടേ കൊടുക്കണു. ചിരിതമ്മ നിങ്ങൾ ആരാ? എന്റെ ആരും ആയിട്ടല്ല നബീസോ, ഒരു വയസ്സായ ഒരു തള്ളല്ലേ. ഒരു മോളുള്ളൂ കെട്ടിച്ച് കാര്യം നിർത്ത പെരിയില്. ഒരു സഹായം ചെയ്തൂടെ? സഹായം ചെയ്താനേ നിങ്ങളെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ട്? പിന്നെ നിങ്ങൾ അന്യമാനത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കണം. എത്ര നബീസോ ഇജ്ജി പറയേണ്ടത്? സഹായം ചെയ്താലും അതൊക്കെ നോക്കണോ? നമ്മളെ മുത്തുനബി പറഞ്ഞാൽ എനിക്കറിയില്ലേ, നമ്മളെ അയൽവാസി പട്ടിണിയാണെങ്കിലേ ഇത് വയററച്ച് തിന്നുന്നുണ്ടെങ്കിലേ ഇതിന്റെ മാത്തുപ്പെട്ട അല്ലാന്നാ പറഞ്ഞിട്ടുണ്ടത്. അവന് ഏത് ജാതിക്കാരനാണെങ്കിലും. ഞാൻ എത്ര പറഞ്ഞാലും കിട്ടാൻ പോയി ഓരോന്നും ഇങ്ങോട്ട് വിവരങ്ങൾ പറഞ്ഞു തരിച്ച്. ഞാൻ വന്നന്ന് തുടങ്ങിയതാണ് ചീർത്തമ്മക്ക് കൊണ്ടേ കൊടുക്കല്. ഒരു ചക്കക്കുരു തൊളിച്ചാലും കൊണ്ടേ കൊടുക്കും. എന്ത് കിട്ടിയാലും കൊണ്ടേ കൊടുക്കും. ഏതായാലും നിങ്ങള് ഒരു വയസ്സായ തള്ളല്ലേ നബീസോ, അതിനൊരു മുതല് കൊണ്ടേ കൊടുത്തിട്ട് ഇപ്പൊ ഈ വർത്താനൊക്കെ പറയേണ്ടത്? നമ്മളെപ്പ പണ്ട് കണ്ണൂട്ടാൻ നടക്കുന്ന കാലത്ത് അത് ഇവിടെ കൊഞ്ചാനും വീഴ്ചാനൊക്കെ നടന്നിരുന്നൊരു തള്ളേന്. അങ്ങനത്തെ ഒരാൾക്കാണ് ഞാൻ കൊണ്ടേ കൊടുക്കുന്നത്. ആമക്കൾ അതിനില്ല, കെട്ടിച്ച് കാര്യം തീർത്ത ഒരു പെണ്ണുള്ളൂ. അത് ഈ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയി കാണാണ് ചെലവ് കഴിഞ്ഞു പോകേണ്ടത്. എന്തെങ്കിലുമൊക്കെ എന്റെ അടുത്തുള്ള ചില്ലാറ പൈസ ഞാൻ കൊടുക്കലുണ്ട് ആശുപത്രിക്ക് പോവാൻ. കണ്ണും കാണൂല. ഇനി ഇങ്ങനത്തെ ഒരു മനുഷ്യത്തിനെ സഹായിച്ചിട്ടാണല്ലോ ഇപ്പൊ ജീ വർത്താനം പറയുന്നത്. എന്നാ പിന്നെ നിങ്ങൾ സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടേ കൊടുത്താളേ ഇച്ചൊരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കിട്ടോ, അവിടെ ഒരു പായം തന്നെ ഒരു പെണ്ണുണ്ട് അവിടെ. നാട്ടുകാർ അതും ഇതൊക്കെ പറയും. അതിന് നിക്കണ്ടട്ടോ. ഇതൊക്കെ ജീ പറയേണ്ടത്. ഞാൻ ഒലക്കിലെ വർത്താനം പറഞ്ഞാലേ പാലും ചൂരി ഞാൻ തച്ചു കൊളിച്ചു. നാട്ടുകാരിനെ പറ്റി അതൊന്നും പറയേ. ഞാൻ അങ്ങനത്തെ വേണ്ടാത്തൊന്നും പോവില്ല. ഇജ്ജു ആണോ വിചാരിച്ചിരുന്നെ? അല്ല, എന്തിനാ ആചാര്യപ്പ നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞത്? കെരിമ, ഞാൻ എന്നോട് വരാൻ പറഞ്ഞത് നമ്മളാ ബീരാന് ഏത് നേരം നോക്കിയാലും ആ ചീർതമ്മൻ്റോടെയാണ്. ഓ പള്ളിക്കമ്മറ്റിന്റെ ആളാണ്. അതുകൊണ്ട് ഓനോട് മര്യാദക്ക് നിൽക്കാൻ പറയാം. പൊന്നാര ആചാര്യ, ഞാനത് എന്തായാലും പറയില്ല. ഞങ്ങൾ ബന്ധുക്കാരാണേ. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചാളി, അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് പറഞ്ഞാളി. ഞാൻ ഓനോട് അത് പറയാൻ പലവട്ടം നാവ് പൊന്തിച്ചതാണ്. ഞാൻ പറഞ്ഞാൽ അത് വാക്കിലേറും. അതുകൊണ്ടാണ് എന്നോട് അത് പറയാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്തിനാണ് ഈ പറയാനും പറയിപ്പിച്ചാനൊക്കെ നടക്കേണ്ടത്? ഒരു 90 വയസ്സായ തള്ളയാണ് അവിടെ ഉള്ളത്. അങ്ങോട്ട് അയാൾ പോയി നിങ്ങൾക്ക് എന്താണ് കുഴപ്പമുള്ളത്? ആ തള്ള മാത്രമേ ഉള്ളൂ അവിടെ. ഒരു കെട്ടിച്ച് കാര്യം തീർത്ത ഭാര്യക്കാരത്ത് പെണ്ണില്ല അവിടെ. ഊസൂറും പൊടിച്ചാൽ അയാൾ അവർക്ക് ഇങ്ങനെ നടക്കണു ഏത് നേരത്തും. അങ്ങനെ ഒരു പെണ്ണുള്ള എന്റെ കൊടർമേലില്ല കേട്ടോ. ഇങ്ങനെ തൊള്ളിയും പോച്ച് നടന്നോ? അങ്ങനത്തെ ഒരു പെണ്ണുണ്ട് അവിടെ. എന്റെ കുടുക്കാരത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോഴേ ഓളോട് ഇവിടെ വന്ന് അടിച്ചേരി തുറക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേ ഓള് മന്നീല. ഓള് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോവാണല്ലോ. ഓ കയ്യിലാറെ കൈ ഞാൻ ഇവിടെ കൊടുക്കൂലേ? അപ്പൊ സംഗതി പുറത്തം കിട്ടി. വീരാങ്കാക്കാട് പോയതല്ല പ്രശ്നം, ഓളിങ്ങോട്ട് വരാത്തതാണ് അല്ലേ? ഈറക്കച്ചുണ്ടടാ. ഓ ഇടക്കിടക്ക് ഇങ്ങനെ കാര്യം പോകണ്ടല്ലാണ്ട് അവിടെ കണ്ണും കടുപ്പില്ലാത്ത തള്ളല്ലേ. ഓനിങ്ങനൊക്കെ കാര്യം അറിയാലോ. എന്തെത്താ മനുഷ്യൻ നിങ്ങൾ ഈ പറയണ്ട്? ആ ചെങ്ങായിക്ക് വയസ്സ് എത്ര ഉണ്ട്? ബോഡില്ല നടക്കാൻ പറ്റാക്ക്. ഓന് നല്ല ആരോഗ്യമുണ്ട്. ഓനും ഓന്റെ ചങ്ങായി മൈമുട്ടിയും കൂടി ആ രാവിലത്തെ എക്സസൈസിന് പോകുന്നുണ്ട്. പിന്നത്തെ അവർക്ക് കയറി മറിയാൻ ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ ആചാര്യ ഓൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. നിങ്ങൾ ഞാൻ വീരാങ്കാക്കോട് പറയാൻ പോണ്ട. വീരാങ്കാന്റെ കൂട്ടുകാരൻ മൈമുട്ടിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. എന്നാ മൈമുട്ടിനോട് പറഞ്ഞുകാണ്ടേ അത് ലെവലാക്കിച്ചാളെ.
ചിരിതമ്മന്റെ പെരി കാര്യമായിട്ടുള്ള ഓന്റെ ആ ബാലൻസിൽ നമുക്ക് നിർത്തിച്ചണം. എന്തൊന്നും വെച്ച് ഈ പറയേണ്ടത്? 40-40 കൊല്ലായി എന്നാണ് കെട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പോഴാ പഴയാക്കാനെ പറ്റിച്ച് ഓരോ കുറ്റം പറയേണ്ടത്. വെറുതെ ഇപ്പൊ ഞാൻ അതിനെ പറ്റി ഇങ്ങനെ പറയോ? ഇന്നെ കെട്ടിക്കൊണ്ടായ അന്നേ തുടങ്ങിയിരിക്കണു ഈ ചിരിതമ്മക്ക് എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുപോയി കൊടുക്കുക. ചിരിതമ്മ അയാൾ അമ്മായിയ എന്ത് സാധനം കിട്ടിയാലും കൊണ്ടുപോയി കൊടുക്കാന്. ഇജ്ജിപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ, ഇജ്ജ് ഒരു സാധനം കിട്ടിയാൽ ഏതേലും ഒരു പെണ്ണിനെ കൊണ്ടുപോയി കൊടുക്കുമ്പോ സൈനബ എന്താ വിചാരിച്ച? അതേമാതിരി തന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ട്. ഇജ്ജിനി ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട, അതൊക്കെ എന്റെ തോന്നലാണ്. ഞാൻ ആലോചിച്ച് കൂട്ടി പറയുന്നല്ല മാനുവോ. നമുക്ക് വാപ്പി ഇമ്മി ഇല്ലല്ലോ, ആങ്ങളായിട്ട് ഇജ്ജ് മാത്രമുള്ള വെച്ച് കാര്യങ്ങൾ പറയാന്. അതുകൊണ്ട് ഞാൻ എന്നോട് ഇന്റെ സങ്കടങ്ങൾ പറയാനേ. കുറച്ച് ദിവസം മുന്നേ അബ്ബാസ് വിളിച്ചിന്, ഓനും ഈ കാര്യം സൂചിപ്പിച്ചു എന്നോട്. ഇജ്ജിപ്പോ അബ്ബാസിനും വിളിച്ച് പറഞ്ഞത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കുക, ഇതിലൊരു കാര്യം ഉണ്ടാവില്ല. പിന്നെ വെറുതെ നാട്ടുകാരെ മുന്നിൽ വഷളാകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പൊ ആരാ നാട്ടുകാരെ അറിയാൻ ബാക്കി എല്ലാരും അറിഞ്ഞിക്കണു. ബീരാങ്കാക്ക ചെയ്തമ്മൻ്റെോടാണ്, ബീരാങ്കാക്ക ചെയ്തമ്മൻ്റെോടെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ആൾക്കാര്. അബ്ബാസിന് ഞാൻ വിളിച്ചതും പറഞ്ഞൊന്നല്ല, ഓരോ കൂട്ടുകാരന്മാരാരാ വാട്സപ്പില് വർത്താനം പറഞ്ഞു വിട്ടതാണ്. അതാ എന്നോട് പറഞ്ഞത്. എന്താ ഇങ്ങനെ ആയ കാട്ടുക? ഇതിപ്പോ വേറെ ഒരാളോട് ചോദിച്ചാനും പറ്റൂല. ഏതായാലും ഞാനേ അളിയൻഖാനോട് ഒന്ന് നേരിട്ട് ചോദിച്ചോട്ടെ. വേണ്ട മാനേജർ, അതിനോട് ചോദിച്ചൊന്നും വേണ്ട. അതിനോട് ഞാൻ ചോദിച്ചിട്ടാണ് അതിന്റെ നേർക്ക് ചാടിയേനു. ഇനിയിപ്പോ അത് ഇജ്ജ് അതിനോട് പോയി ചോദിച്ചാൽ അത് വിചാരിച്ച ഞാൻ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു നേക്കാരം. അങ്ങനെയാണ് ഞാൻ അളിയനോട് ചോദിച്ചിട്ടില്ല. ഏതായാലും ഞാനേ അന്വേഷിച്ചിട്ടേ ഇതിന്റെ വിവരം ഞാൻ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ കാറൊക്കെ തട്ടിക്കൂട്ടണു? എവിടേക്കും പോകണ്ടോ? കിരിമ എവിടേക്കും പോകാനൊന്നുമില്ല. ചെക്കന്മാർ കൊണ്ടേക്ക് ഇവിടെ കൊണ്ടുവിടും. പൊടി ഇട്ട് ആ പരിപാടി ഒന്നും അവർക്ക് അറിയാനില്ല. ഞാൻ പടങ്ങി ഇരിക്കുമ്പോഴേ അതൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കും. നാളെ കാര്യം ഇരിക്കേ. കിരിമേ എന്താ ഒരു കാറില്ലാത്ത മായ? 2 ദിവസമായിപ്പോ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കൽ തുടങ്ങിയിട്ട്. ഓരോരോ തിരക്ക് പോട്ടിട്ട് ഇന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. ഞാനൊരു കാര്യം പറയാൻ വന്നതായിരുന്നു. ഇവിടെ കുട്ടികളാരുമില്ലല്ലോ? ഇല്ലല്ല, ഓലൊക്കെ വേറെ ബൈക്ക് പോയിക്കും. എന്താ ഒരു സ്വകാര്യം പറയാന്? ഇന്റെ കുടുംബക്കാരല്ലേ നിങ്ങളെ ചങ്ങായി ആ ബീരാങ്കാക്ക, അയാളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മൂപ്പര കാര്യത്തിൽ എത്തപ്പത്തെ സ്വകാര്യം പറയാൻ? നമ്മളെ ഉമ്മറാജില്ലേ, അയാൾ എനിക്കൊരു സ്വൈര്യവും തരുന്നില്ല. അപ്പൊ എനിക്കാണെങ്കിൽ മറ്റേ ചോദിക്കാനും ബുദ്ധിമുട്ടാണ്. ഇജ്ജാവുമ്പോ നേരെ ചോദിച്ചതിന്റെ കോലം പോലെ നമുക്ക് വിവരം കിട്ടുന്നില്ലക്കാണ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ദത്തപ്പ ഈ താലറ്റി മൂക്ക് കുടിച്ചു. എന്താ സംഭവം? ഞാൻ ഇന്ന് രാവിലെ പള്ളിക്ക് വെച്ച് കണ്ടു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിക്കാണ്ട് കട്ടൻ ചായം കുടിച്ചിക്കാണ്ട് ഞങ്ങൾ ആ മറ്റേ യോഗ ഉണ്ടല്ലോ മാക്സവന്, അത് കഴിഞ്ഞേക്കാളും വന്നു. മൂപ്പര് പെരീക്ക് പോയി ഞാൻ കണ്ടും പോകും. ഞാൻ കുപ്പായം കൂടി മാറ്റിയിട്ടില്ല. ഞാൻ വളച്ചെട്ടിയൊന്നും പറയല്ല. അയാൾ ആ തള്ളന്റെ അടുത്തേക്ക് ഇടക്കിടക്ക് പോകുന്നുണ്ട്. നാട്ടുകാരൊക്കെ പലതും പറയണുണ്ട്. ഏത് തള്ളയത്തേക്ക്? നമ്മളാ സുഖമില്ലാതാക്കണ ചിരിതമ്മല്ലേ, അതിന്റെ അടുത്തേക്കേ. അതിന് 100 വയസ്സായിക്കണില്ലേ? രോഗി എന്നുള്ളവർക്കേ ഇപ്പൊ കാണാൻ പോയിട്ടുണ്ടാവും. ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ പോവാൻ പെറ്റ തള്ളൊന്നും അല്ലല്ലോ ഇപ്പൊ. പൊന്നാര മയമുട്ടി, അത് ആ തള്ളനെ കാണാനൊന്നല്ല പോകുന്നത്. ഒന്നിനാത്രം പോകുന്നൊരു പെണ്ണുണ്ട് അവിടെ കെട്ടിച്ച് കാര്യം തീർത്ത്, അതിനെ കാണാൻ പോവാണ്. നാട്ടുകാരും അതാണ് പറയേണ്ടത്. വഷളത്തരാണ് ഇതൊക്കെ. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ട്. പറയേണ്ടത് ഈ വയസ്സുകാലത്ത് ആ തന്ത ആ പെണ്ണിനെ കാണാൻ പോയി പറഞ്ഞുണ്ടാക്കണേന് മാളൊരു ഉസുറും പോയി. ഞാൻ പറഞ്ഞെന്നുള്ളൂ, നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞാണ്. പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. ഞാൻ പോവാണ്. ചായം വെള്ളം കുട്ടികൾ പെടില്ല. അല്ല ഇജ്ജ് ആ പോണ എക്സസൈസ് കൊണ്ട് വല്ല പുരോഗതി ഉണ്ടോ? എനിക്കൊന്ന് പോരാനായിരുന്നു. പുരോഗതി ഉള്ളു. തടിന്റെ എല്ലാ ഭാഗങ്ങളെ ഒന്നായിട്ടിന്റെ ഇളകല്ലേ. മേപ്പട്ടും കീപ്പട്ടും കിടന്നിട്ടും ഇരുന്നിട്ടും കുനിഞ്ഞിട്ടും ഒക്കെ കൂടിയല്ലേ ഈ പരിപാടി. മനസ്സിന് കാണാൻ ഒരു ഉസാറാണ് കൂടിയിട്ട്. രാവും പാലൊക്കെ ഭയങ്കര ഉസാറാണ്. അങ്ങോട്ട് ഇരുന്നോളൂ. എനിക്ക് ആളാണ് മനസ്സിലായില്ല കേട്ടോ. മെമ്പറെ, ഞാൻ ഇവിടെ ഉള്ള ആളല്ല. നിങ്ങളെ പേരെ ഞാൻ ചോദിച്ചറിഞ്ഞ് വന്നതാണ്. ഇവിടെ എന്തെല്ലാം മഞ്ഞക്കണ്ടം ബീരാങ്ക, അതിന്റെ പെണ്ണുങ്ങളെ ആങ്ങളെയാണ് ഞാൻ. ബീരാങ്കൻ അളിയല്ലേ? ഇപ്പൊ ആളെ മനസ്സിലായി. എന്റെ പെങ്ങളെ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് നിങ്ങളോടൊന്ന് ചോദിച്ചാൻ വേണ്ടി പോകുന്നതാണ്. പെങ്ങളെ പെൻഷനൊക്കെ ഞാൻ എന്നാലും ശരിയായി കൊടുത്താണല്ലോ.
വീരാക്കാനെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു ചെയ്തിരുന്നു കിട്ടൽ തുടങ്ങിയിരിക്കുന്നു. പിന്നെന്താ കാര്യം? പെൻഷന്റെ കാര്യമൊന്നുമല്ല, വേറൊരു കാര്യം പറയാനായിരുന്നു. എൻ്റെ അളിയൻ ബീരാങ്കാനെ കുറിച്ച് ചോദിച്ചാനാണ് ഞാൻ പോകുന്നത്. നിങ്ങളെ വാർഡിലേ എന്താ ചിരുതമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയോ ഒരു അമ്മച്ചി എന്തോ ഉണ്ടോ, അതിൻ്റെ പെരീക്കേ ഇടക്കിടക്ക് ഇങ്ങനെ ബീരാങ്ക പോകുന്നുണ്ട് നിന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു. അത് എന്താ നിങ്ങൾക്ക് വല്ല പുറത്തുണ്ടോ? ഈ ഒരു കാര്യം എന്നോട് വേറെ ആൾക്കാർ പറഞ്ഞു, പക്ഷെ ഞാൻ ആ വിഷയത്തിൽ എടുത്തിട്ടില്ല. കാരണം മൂപ്പര് നല്ലൊരു മാന്യനാണ്. പക്ഷെ നിങ്ങൾ വീട്ടുകാർ പറയുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ പെങ്ങളെ അളിയനെ കുറിച്ച് ഇപ്പം ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കൊന്നുമില്ല. അതിലെന്തോ ഒരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടേ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പറഞ്ഞു തരിട്ടോ. മനുഷ്യന്റെ കാര്യമല്ലേ, മനസ്സെപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ലല്ലോ. 10 വട്ടം തിരിച്ചാൽ 10,000 തിരുന്നാളാ പറഞ്ഞേക്കുന്നത്. യാതൊരു ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വിവരം തരണ്ടേ. നോക്കി ഇറങ്ങിക്കൊണ്ടിട്ട പുടിച്ചടാ. എന്തിനാ മൈമുട്ടേജി ബെജാടെ ഈ കുർക്കജിനൊക്കെ പോകുന്നത്? ആ പള്ളി തിരിഞ്ഞിക്കാണ്ട് നമ്മൾ ആ ബൈക്കാട് പോവാണെങ്കിലേ ആ അമ്മൂന്റെ അവിടെ നിന്ന് ഒരു കട്ടൻ ചായയും കുടിച്ച്. ഇതിപ്പോ എന്താ നിങ്ങള് നമ്മളെ ഈ തോടുകന്റെ ഏത് ഏത് കാലത്ത് കണ്ടാങ്ങ അപ്പൊ ഒന്ന് കാണാതെ ഇങ്ങനെ ഇതൊരു കുർക്കജി എളുപ്പണ്ടേ? എളുപ്പമുണ്ട്, അതൊക്കെ സാറേ കുട്ടിക്കാലത്ത് നടന്നിരുന്ന സാറേ. അതിനാ പറഞ്ഞത്. പിന്നെ നിക്ക് ഞാൻ ഒരു വർത്താനം പറയാനുണ്ട്, അത് നമ്മൾ ഇങ്ങനെ പോന്നത്. ദത്ത എനിക്കിപ്പോ ഇത്ര വലിയ സ്വകാര്യം പറയാന്? ഒരു ദിവസം 5 നേരം നമ്മൾ തമ്മിൽ കാണുന്നുണ്ട്. കാണുമ്പോഴേ നിങ്ങളൊപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ സോമ്പോട് വർത്താനം പറയാൻ പറ്റൂല. ഇത് അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റിയ സംഗതിയല്ല. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങോട്ട് കൂടുന്നത്. നിങ്ങൾ നമ്മളെ ചിരിതമ്മ ഉണ്ടല്ലോ, സുഖമില്ല എടുക്കണേ, നമ്മൾ വിടാതെ പോണുണ്ട് എന്നുള്ളൊരു പരാതി നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അതിപ്പോൾ നിങ്ങളോട് മുഖത്തോക്കി പറയാത്ത കാര്യമില്ല. ഇന്നോട് വന്നപ്പോൾ ഒരാൾ ഏൽപ്പിച്ചിട്ട് ഇന്നോടൊന്ന് പറഞ്ഞു പെരിയിൽ. അതിപ്പോൾ ഞാൻ ഒന്ന് ഗൗരവമായിട്ട് നിങ്ങളിങ്ങനെ കൊടുന്നത്. ചിരിതമ്മന്റെ അടുത്തേക്ക് ഞാൻ ഇടക്കിടക്ക് പോകലുണ്ട്. അതിപ്പോ അത്ര സംഭവമാക്കാൻ വേണ്ടിയുള്ള സംഗതി ഒന്നും ഇല്ലല്ലോ. അത് വലിയ സംഭവം ആയിക്കോളും. അതുകൊണ്ട് ആ പോക്കാണ് നിർത്തിക്കാളി. എന്താ അറിയുക, നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളൊക്കെ ഇത് അറിയുമ്പോഴേ വലിയ പ്രയാസമുണ്ട്. അത് മുറിമുറിപ്പ് ഇങ്ങനെ മനസ്സ് ഇങ്ങോട്ട് പറയില്ല, എല്ലായിടത്തും ആ ചർച്ചയാണ്. ഇത് എപ്പോഴും എൻ്റെ ഒപ്പം നടക്കേണ്ടതാണ്. എനിക്ക് എന്നെ വിശ്വാസമില്ല മമ്മൂട്ടി. അതൊരു 10-100 വയസ്സായ ഒരു തള്ളയാണ്. അതിന് എന്തെങ്കിലും ഒരു സഹായമായിട്ടാണ് ഞാൻ പോകേണ്ടത്. അല്ല പച്ചക്കറിയോ പലർക്കോ എന്തെങ്കിലും ഒന്ന് കൊണ്ടേ കൊടുക്കും. ഒരാൺകുട്ടികൾ അതിനില്ല, ഒരു പെണ്ണാണുള്ളത്. ഓൾ ഈ തൊഴിലുറപ്പിന് പോയി എന്ന് കണ്ട് എന്തെങ്കിലും കിട്ടുന്ന ഒരു ചിലവ് കഴിഞ്ഞ് പോവുക. ആ ഒരു സഹായം ചെയ്തിൻ്റെ അപ്പം അത്ര വലിയ കുറ്റം. ഇങ്ങനെ എനിക്ക് 100% വിശ്വാസമാണ്. പക്ഷെ എന്താ തരാറിയാം, അവിടെ ഒന്നിനു വേണ്ടി പോകുന്നൊരു പെണ്ണ് കെട്ടിച്ച് കാര്യം തീർത്തിക്കുന്നുണ്ട്. സംഗതികൾ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, പിന്നെ കുടുംബം നോക്കണമൊക്കെ ഉണ്ട്. ശരിയാ, പക്ഷെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ആ ഒരു കോലത്തിലാണ്. പക്ഷെ നിങ്ങളെ മനസ്സും നാട്ടുകാരുടെ മനസ്സും ഒന്നല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അതെന്താ നിങ്ങൾ നമ്മളിപ്പോൾ മതപരമായിട്ട് കൂടുതലൊന്നും അറിയപ്പോൾ നിങ്ങളത്ര എനിക്കുണ്ടാവില്ല. പക്ഷെ നമ്മളെ പ്രവാചകൻ്റെ ഒരു ചതി നമുക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. നമ്മൾ സാഹചര്യങ്ങൾ നമ്മളെ തെറ്റുകാരനാക്കുന്നു. ഒരു ദുരുദ്ദേശം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അത് സാഹചര്യമാണല്ലോ, അത് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതേമാതിരി ഇപ്പോൾ ഒരു കള്ളുഷാപ്പിന് മുന്നിൽ നിൽക്കണം, കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണയൊക്കെ വരും, അതിന് നമ്മൾ ഒന്നും കൊടുക്കരുത്. അതേമാതിരി അത്തരത്തിലുള്ള കള്ളന്മാരോ വല്ല പോക്കറ്റടിക്കാരൊക്കെ കൂടെ തോളിൽ കജിട്ട് നടക്കുമ്പോൾ എത്തിപ്പോൾ ബീരാങ്കാക്ക് പറ്റി ആ തോന്നൽ വരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അത്ര ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ കണ്ട മമ്മൂട്ടി, എൻ്റെ മരക്കാലം കൂടി അറിയാത്തൊരു സംഗതിയാണ് ഇപ്പം ഈ പറഞ്ഞത്. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ മനസ്സിൽ തരിച്ചു. ഒരു മനുഷ്യന് സഹായം ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ രോഗിനെ കാണാൻ പോകണമെന്നും ഞാൻ പറയില്ല. അത് നമുക്ക് അയൽവാസിനെ കാണുന്നിടത്ത്, എത്തിമക്കളെ സംരക്ഷിക്കുന്നിടത്ത്, രോഗിനെ കാണുന്നിടത്തൊന്നും ജാതി മതമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ പ്രായം, നിങ്ങൾക്കൊരു മാന്യത ഉണ്ടല്ലോ നാട്ടിൽ, അതുകൊണ്ടാണ് ഞാനത് ഉദ്ദേശിച്ചത്. വഷളാകരുത് എന്ന്. എന്നാൽ മമ്മൂട്ടി എനക്കൊന്ന് കേൾക്കണം. ഞാൻ ഈ ഒരു കാര്യം ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല, ഒരാൾക്കും അറിയില്ലേനും. എൻ്റെ വാപ്പാക്കും എനിക്കും മാത്രം അറിയേണ്ട ഒരു സംഗതിയാണ്. ചിരിതമ്മക്കും അറിയും. എൻ്റെ പെരൻ്റെ ഇരുത്തി നീ ചിരിതമ്മ പാർത്തിന്ന് പണ്ട് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചുകാണ്ട് ഒരു തലമത്തട്ടുണ്ടായിക്കാണ്ട് മരിച്ച ചെയ്തത്. ആ സമയത്ത് ചിരിതമ്മക്കും എൻ്റെ പ്രായത്തിലുള്ള മക്കളുണ്ടായിരുന്നു ഒന്ന്. അതും ഈ സോക്കടന്ന് കണ്ട് അതും മരിച്ചു. അന്ന് മുല കൊടുക്കാൻ എനിക്കൊരു പാല് തരാനൊരു ഗതിയില്ലായിട്ട് എൻ്റെ ഉപ്പ കൊണ്ടേ കൊടുത്തത് ചിരിതമ്മൻ്റെ അടുത്താണ്. ആ ചിരിതമ്മൻ്റെ പാലാണ് ഞാൻ കുടിച്ചേക്കേണ്ടത്. അതിനൊരു നന്ദിയാണ് ഞാൻ ചേച്ചിട്ടുള്ളത്. അതിനാണ് നാട്ടുകാരിങ്ങനെ പറഞ്ഞുണ്ടാക്കേണ്ടത്. എൻ്റെ പെറ്റമ്മാൻ്റെ സ്ഥാനമാണ് ചിരിതമ്മക്ക്.
എൻ്റെ ഉമ്മാനെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ കണ്ടിട്ടില്ല. ആ ഉമ്മാന്റെ സ്ഥാനത്താണ് ഞാൻ ചിരിതമ്മനെ കണ്ടത്, അല്ലാതെ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ആരും കണ്ടിട്ടില്ല ഇതുവരായിട്ട്. പിന്നെ മൈമുട്ടിയെ, എൻ്റെ ഉപ്പാൻ്റെ ഒരു വസിയത്ത് ഉണ്ടായിരുന്നു, ചിരിതമ്മൻ്റെ കാലം കജ്ജോളം അതിനൊരു വിഷമം അറിയിച്ചാൽ ആ കുടുംബത്തിനെ ഇത് നോക്കണം എന്ന് പറഞ്ഞു. ആ ഒരു വസിയത്ത് ഞാൻ ഇപ്പോഴും കൊണ്ടുനടക്കുന്നുണ്ട്. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. മാഷാ അല്ലാഹ്, നിങ്ങൾ പറഞ്ഞപ്പോഴപ്പോൾ ആ സംഗതിൻ്റെ പഠിപ്പ് എന്തായാലും ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് ഉപ്പാൻ്റെ വസിയത്ത് പ്രകാരം നിങ്ങൾ ചെയ്യണം. നാട്ടുകാർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കി കൊടുത്താണ്. പൊന്നാര മക്കളെ, പണ്ടൊക്കെ നമ്മളെ അയൽവാസികളായിട്ടും നാട്ടുകാരായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ല. അണുകുടുംബമായി ജീവിച്ചാണ് ഇപ്പൊ എല്ലാവരും. നമ്മളെ വാപ്പിന്നൊക്കെ മരിച്ചിട്ടുണ്ടാവും, പക്ഷെ ഓരോ ചെങ്ങായിമാരൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവും. ഓലൊന്നും നമ്മൾ തേടി പിടിച്ച് കണ്ടുകാണ്ട് ഓരോന്ന് വർത്താനം പറയാം, അല്ലെങ്കിൽ ഓലോക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക, അതൊന്നും നമ്മൾ ചെഞ്ചൂല. അങ്ങനെ നിങ്ങൾ ആവരുത്. കാരണം ഓലൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് ഓലൊക്കെ സ്നേഹത്തിൽ നിൽക്കണം. അതാണ് ഈ വീരാങ്കാക്ക് നിങ്ങളോട് പറയാനുള്ളത്.